മുനിസിപ്പാലിറ്റിയിലേക്കാണ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അതെന്താണ്? കേൾക്കാൻ വയ്യ. മുനിസിപ്പാലിറ്റിയിൽ സിംഗിൾ പോസ്റ്റാണ്, എന്നാൽ പഞ്ചായത്തിലേക്ക് മൾട്ടി പോസ്റ്റാണ്. അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ബാലറ്റ് യൂണിറ്റ് ഉണ്ടാകും, ബ്ലോക്ക് ഉണ്ടാകും, പിന്നെ ജില്ലാ പഞ്ചായത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഒരേ ഒരു ബാലറ്റ് യൂണിറ്റ് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം 3 ബാലറ്റ് യൂണിറ്റ്, 3 കണക്ഷൻ, അതിന്റെ സെറ്റിംഗ്സ്, പിന്നെ അണ്ടർ വോട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. വാങ്ങൂല്ലല്ലോ, എളുപ്പമല്ലേ? മുഖം എല്ലാവർക്കും ചിരിക്കാമല്ലേ? എന്തൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു കൺട്രോൾ യൂണിറ്റ്, ഇതെന്തുവാ ഇപ്പൊ പറഞ്ഞ കൺട്രോൾ യൂണിറ്റ്, നമ്മള് മുൻപ് ഇലക്ഷന് ഡിവൈസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഒന്ന് വിശദമായിട്ട് പറയണം, അല്ലെങ്കിൽ ഒന്ന് വിശദമായിട്ട് പറയണം. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞുകുട്ടൻ CU കൺട്രോൾ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഡിവൈസ്. ഇവനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ ഒരു ഡിസ്പ്ലേ പാനൽ ഉണ്ട്. ഇരുവശങ്ങളിൽ 2 ലൈറ്റുകളുണ്ട്. ഒന്ന് പവർ ഓൺ ചെയ്യുമ്പോൾ കത്തും, ഒന്ന് ബിസി ആകുമ്പോൾ കത്തും. ബിസി ആകുമെന്ന് പറയുമ്പോൾ പവർ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിസി ഒരു ബാലറ്റ് കൊടുത്തിട്ട്, ആ ബാലറ്റ് ബട്ടൺ എവിടെയാ ഇരിക്കുന്നത്? ഈ ഇരിക്കുന്ന ബാലറ്റ് ബട്ടൺ. ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇവിടെ ബിസിയായി, അതിങ്ങനെ റെഡി ആയിരിക്കുക. അപ്പം ബാലറ്റ് യൂണിറ്റിൽ റെഡി ലാമ്പ് ഉണ്ട്. ആ റെഡി ലാമ്പ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ആരെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? വോട്ട് സേവ് ചെയ്ത് ബിസി എന്നുള്ള അവസ്ഥ മാറി ഈ ലൈറ്റ് അണയും, ഈ ബിസി ലാമ്പ് അണയും, റെഡി ലാമ്പ് അണയും. അപ്പൊ മുകളിലെ ഡിസ്പ്ലേ പാനൽ 2 ലൈറ്റുകൾ, തൊട്ട് താഴെയായിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനെ കുറിച്ച് അറിയാവോ? എന്താണ്? ഇതാ ഇരിക്കുന്നത്. ഇതാണ് ബാറ്ററി ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന അത്. പക്ഷെ ബാറ്ററിയെ കുറിച്ചോ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഈ ഒരു സെക്ഷനെ കുറിച്ചോ നമ്മളൊന്നും അറിയണ്ട. പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ആ ഭാഗം പഠിക്കേണ്ടതില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇട്ടിരിക്കും. ഇവിടെ ഒരു കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാകും. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെയോ ഇവിടെ ടോയിൽ വെച്ച് അഡ്രസ് ടാഗ് വെച്ച് വാക്സ് സീലിംഗ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും ആ പോർഷൻ വിടാം. അധ്യാപകനാണ് കൂടുതലുള്ള ആണ്, അപ്പൊ ആ പോർഷൻ വിട്ടേക്കാം, ഇവിടുത്തെ പോർഷൻ. എന്നാൽ നമ്മൾ അറിയേണ്ട, നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ. അതിന്റെ പേര് റിസൾട്ട് സെക്ഷൻ. മുമ്പ് ചെയ്ത് നല്ല പരിചയമുണ്ട് അല്ലെ? ഓർമ്മയുണ്ട്. അപ്പൊ റിസൾട്ട് സെക്ഷൻ, ഈ റിസൾട്ട് സെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് നമുക്ക് കിട്ടി തലേ ദിവസം റിസൾട്ട് സെക്ഷൻ ഒക്കെ തുറന്നു നോക്കാം. ഇലക്ഷൻ രാവിലെ ഇവിടെ സാറന്മാർ പറഞ്ഞു ഒരു പോളിനെ കുറിച്ച് പറഞ്ഞാൽ എന്തോ രാവിലെ 6 മണിക്ക് ചെയ്യണമെന്ന് മോക്ക് പോൾ. എല്ലാവരും ഓർമ്മയുണ്ട് കേട്ടോ മോക്ക് പോളിനെ കുറിച്ച്. അപ്പൊ ആ മോക്ക് പോളിന്റെ സമയത്തും നമുക്ക് എന്ത് ഇത് തുറക്കാം, നോക്കാം, എടുക്കാം. മോക്ക് പോൾ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ക്ലിയർ ചെയ്യണം. പെട്ടെന്ന് പോയി ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ ക്ലിയർ ആവുക. പിന്നെ എന്ത് ചെയ്യണം? അതിനു മുൻപ് റിസൾട്ട്, അതിനു മുൻപ് അപ്പൊ അതിനൊരു ചുരുക്കപ്പേര് പറഞ്ഞു CRC. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ CRC ഒന്ന് പറഞ്ഞിട്ട്, കാരണം CRC തെറ്റിയാൽ എന്ത് തെറ്റും? നമ്മുടെ ഈ പ്രോസസ് മൊത്തം തടസ്സപ്പെടും. അപ്പൊ CRC ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. ഇനിയിപ്പോ ഉച്ചയാകുമ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോൾ എന്നാ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. വെക്കരുത്.
പിന്നെ റിസൾട്ട് ക്ലിയർ ചെയ്യണം. അപ്പൊ രാവിലെ മുതൽ ഉച്ച വരെ ചെയ്ത മുഴുവനോട്ടും പോയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. കാരണം ഇടയ്ക്ക് ഈ കുട്ടനാടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ ഗ്രാമങ്ങളാണല്ലോ, പാടങ്ങളാണല്ലോ, ആളുകൾ കുറവാണ്. അപ്പൊ അവിടെ ഒരു പോളിംഗ് ബൂത്തില് ആളുകളൊന്നും വരുന്നില്ല. ഉച്ചയായിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പൊ എന്താ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പൊ എന്താ ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞപ്പോ തേർഡ് പോളിംഗ് ഓഫീസർ എന്ത് ചെയ്ത് ആ ക്ലോസ് ബട്ടൺ പേന എടുത്തിട്ട് ആ ക്ലോസ് ബട്ടൺ ചെയ്ത് അങ്ങോട്ട് തുറന്നിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് മാറി സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ചു. അവരുടെ വിചാരം എന്താണോ വേറെ ആരും ഇടക്ക് വന്ന് ഒന്ന് കൈകാര്യം ചെയ്യുന്നുള്ളത്. പക്ഷെ ഊണൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞ് എല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ മുന്നോട്ട് നീങ്ങുന്നില്ല. ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻവാലിഡ് എന്ന കാഴ്ചയാണ്. പിന്നെ എന്ത് ചെയ്യണം? റിസൾട്ട് നോക്കണം, പിന്നെ ക്ലിയർ ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ വേറെ ഡിവൈസ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുന്നു. അപ്പം മോക്ക് പോൾ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗമൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു 1.5 സീലിംഗ് എന്ന് പറയും. സീലിംഗ് കേട്ടിട്ടില്ലേ? ഏതൊക്കെ ടൈപ്പ് സീലിംഗിനെ കുറിച്ച് അവിടെ പറഞ്ഞു? ഒന്നാമത് ഒരു കളർ പറയുന്നത് ഗ്രീൻ പേപ്പർ സീൽ. പിന്നെ രണ്ടാമത് സിപ്പ് സീൽ, ABCD സിപ്പ് സീൽ. പിന്നെ മൂന്നാമത് ഒരു സ്പെഷ്യൽ ടാഗ് ഉണ്ട്. പിന്നെ നാലാമത് അഡ്രസ് ടാഗ്. ഇത്രയും സീലുകൾ ഉപയോഗിച്ച് പക്കായിട്ട് ഒരു സീലിംഗ് നടത്തിയതിന് ശേഷം മാത്രമേ 7 മണിക്ക് എന്തായിരിക്കാവുള്ളൂ റിയൽ പോൾ. അങ്ങനെ ആ സീൽ ഇവിടെ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയാലും ഒന്നും ഇത് ബ്രേക്കാകാൻ പാടില്ല. തിരിച്ചു കൊടുക്കുമ്പോഴും എങ്ങനെയായിരിക്കണം? സീലിംഗോടുകൂടി അങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ആ സെക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൊരു മെയിൻ ഡോർ ഉണ്ട്. അതിന്റെ പേര് നേരത്തെ പറഞ്ഞു, റിസൾട്ട് സെക്ഷൻ. വളരെ ഉച്ചയായില്ലേ? ഇനിയിപ്പം 12 നിന്ന് വരുന്ന ഒരു സാറിനെ ഞാൻ കണ്ടായിരുന്നു നേരത്തെ. എത്ര ദൂരത്തിൽ നിന്നാ വന്ന അല്ലെ? എന്ത് ചെയ്യാനാ? നമ്മുടെ ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ഓഫീസ് വഴി ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ പ്രോസസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പന്തളക്കാർ ആലപ്പുഴയിൽ, പട്ടണക്കാരുകാർ നേരെ ചെങ്ങന്നൂർ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ദേഷ്യം ഞങ്ങളോട് കാണിക്കരുത്. നമ്മൾ നിങ്ങളൊക്കെ ഇലക്ഷൻ നടത്താൻ പോവാണ്. നിങ്ങൾ 3 ദിവസം ഉള്ളെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഇലക്ഷനാണ്. അപ്പോഴാണ് SIR വന്ന് വീണത്. ആ SIR കൊണ്ട് ഇലക്ഷനും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അതിൻ്റെതായ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഡോർ ഉണ്ട്. റിസൾട്ട് സെക്ഷൻ ഒരു മെയിൻ ഡോർ ഉണ്ട്. പിന്നെ ഒരു ഇന്നർ ഡോർ ഉണ്ട്. കണ്ടില്ലേ? ഇനി അതൊക്കെ കാണാം. 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുക. ആദ്യം എന്തുണ്ട്? ഇപ്പൊ പറഞ്ഞ ക്ലോസ് ബട്ടൺ. ഉറക്കെ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാവരും കൂടി പറഞ്ഞോ. എന്താ? ക്ലോസ് ബട്ടൺ ഉണ്ട്. പിന്നെ ഉണ്ട് റിസൾട്ട് പറഞ്ഞുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നോക്കുമ്പോ 2 ബട്ടൺ. റിസൾട്ട് 1 ഉണ്ട്, റിസൾട്ട് 2 ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? റിസൾട്ട് 1 മാത്രം. അതിനെ കുറിച്ച് അറിയണം. റിസൾട്ട് 1 മാത്രം. റിസൾട്ട് 2നെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അപ്പൊ റിസൾട്ട് 1 റിസൾട്ട് 2 പിന്നെന്തുവാ? ക്ലിയർ. പറഞ്ഞല്ലോ, ക്ലോസ് ചെയ്യാൻ ക്ലോസും, റിസൾട്ട് നോക്കാൻ റിസൾട്ട് 1 ബട്ടണും, ക്ലിയർ ചെയ്യാൻ ക്ലിയർ ബട്ടൺ. അപ്പൊ ഇത് നമ്മൾ പറയാം പച്ചവെള്ളം പോലെ പഠിക്കണം എന്നൊക്കെ പറയില്ല ക്ലാസ്സിൽ. അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ പറയുന്ന അറിയത്തില്ല. ഇപ്പൊ ന്യൂ ജനറേഷൻ സി എന്നൊക്കെ പറയുന്ന അതിനകത്തൊന്നും അതല്ല. പണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പച്ചവെള്ളം പോലെ പഠിക്കുക. ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. ഇനി ഇത് നമുക്ക് അടക്കാം. അവസാനം നമുക്ക് സീലിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ വരാം. പിന്നെ പറയുന്നത് എന്താണ്? ഇപ്പൊ പറഞ്ഞ ഈ വലിയ ബട്ടൺ, അതാണ് ബാലറ്റ് ബട്ടൺ. ഒരു തേർഡ് പോളിംഗ് ഓഫീസർ രാവിലെ മുതൽ 1200 വോട്ടർമാർ വരികയാണെങ്കിൽ അത്രയും തവണ പ്രസ് ചെയ്ത് പിറ്റേ ദിവസം ഓർത്തോ ഡോക്ടറെ പോയി കണ്ടിട്ട് ഈ വിരലിന് ചുറ്റും ഇതിടേണ്ടി വരും. അങ്ങനെ പലരും പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ? ആദ്യത്തെ 10-15 തവണയൊക്കെ നമുക്ക് പ്രസ് ചെയ്യാം. പിന്നീട് പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ സ്ട്രെയിൻ. പിന്നെ ഇതെന്തുവാ? ഈ ബാലറ്റ് ബട്ടന്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ ബട്ടൺ ഉണ്ട്.
ടോട്ടൽ. എന്തിനാ ടോട്ടൽ? ടോട്ടൽ അറിയാം. ടോട്ടൽ അറിയാൻ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ടോട്ടൽ നോക്കാം. പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ബാലറ്റ് കൊടുത്തിട്ട് അപ്പൊ അതിനിടയ്ക്ക് എന്തിനു പോയത്? ടോട്ടൽ അറിയാൻ പോയത്. ഇവിടെ പോൾ മാനേജർ എന്നുള്ള ആപ്പിനെ കുറിച്ച് പറഞ്ഞ ആ പോൾ മാനേജർ ആപ്പിൽ രാവിലെ 8 മണിക്ക് 9, 10, 11, 12 അങ്ങനെ 5 മണി 6 മണി ഓരോ മണിക്കൂർ ഇടവിട്ട് ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. പോൾ മാനേജർ ടോട്ടൽ എത്ര വോട്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് 21 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ടാകും. പോൾ ആപ്പിൽ ഉണ്ടാകും. തലേ ദിവസം 2 എണ്ണം, ബാക്കിയുള്ളത് മുഴുവൻ അന്നേ ദിവസം മോക്ക് പോൾ ചെയ്തോ? ചെയ്തു. ഡിലീറ്റ് ചെയ്തോ? ക്ലിയർ ചെയ്തോ? ചെയ്തു. അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള മോക്ക് പോൾ. അപ്പൊ ടോട്ടൽ ബട്ടൺ പോയി. ഇനി ഇതെങ്ങനെയാ പവർ ഓൺ ചെയ്യുന്നത്? പവർ ഓൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോറൊക്കെ തുറക്കാൻ വേണ്ടി എത്ര പ്രയാസപ്പെടുന്നു പലരും. വളരെ ഈസിയാണ്. ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫുൾ വലിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ റിലീസ് ആകുന്ന ലോക്കുകളാണ്. അങ്ങനെ ഇത് തുറക്കുന്നു. തുറന്നു കഴിയുമ്പോൾ കാണാമല്ലോ എന്തൊക്കെയാ ഉള്ളത്. നടുക്കൊരു ടോഗിൾ സ്വിച്ച് എന്ന് പറയും, സ്റ്റീൽ കളറില്ല. അതാണ് നമ്മൾ പവർ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സ്വിച്ച്. അതിന് ഇരുവശമായിട്ട് 2 അല്ലെ സോക്കറ്റ് ഇല്ലേ? 2 സോക്കറ്റ് ഇല്ലേ? അടുത്തൊന്നാ കാണാൻ പറ്റൂല. ഏതൊക്കെയാ സോക്കറ്റ്? ഇവിടെ 2 എണ്ണം പറഞ്ഞു. BU കണക്ടറും DU കണക്ടറും. നമുക്ക് വേണ്ട ഏതാ? BU കണക്ടർ എന്ന് പറഞ്ഞാൽ ബാലൻസിംഗ് യൂണിറ്റിന്റെ കേബിൾ എടുത്ത് കണക്ട് ചെയ്യേണ്ട. പിന്നെ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ തലേ ദിവസം ഇത് കൈ കെട്ടി കഴിയുമ്പോൾ BU-ൽ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ DI കണക്റ്റിൽ കണക്ട് ചെയ്യണം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഫോൺ കോളുകൾ വരാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ BU കണക്റ്റിൽ കണക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇനി ഏതാണ്ട് കൺട്രോൾ യൂണിറ്റ് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് ബാലറ്റ് യൂണിറ്റ്. ബാലറ്റ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലുതായിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം മുകളിലും താഴെയും സീൽ ചെയ്തിട്ടാണ് ബാലറ്റ് യൂണിറ്റ് തരുന്നത്. എങ്ങനെ? ബാലറ്റ് യൂണിറ്റിന്റെ മുകളിലും താഴെയും സീൽ ചെയ്തിട്ട് തരുന്ന സീൽ ഒരു കാരണവശാലും ബ്രേക്ക് ആകാൻ പാടില്ല. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിന്റെ ഈ സെക്ഷന്റെ പേര് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ബാറ്ററി സെക്ഷൻ. സീൽ ചെയ്തിട്ടാണ് അത് വരുന്നത്. അതൊരു കാരണവശാലും പൊട്ടിക്കേണ്ടതില്ല, ഒരു കാരണവശാലും പൊട്ടാനും പാടില്ല. അപ്പോൾ ഈ ബാലറ്റ് യൂണിറ്റിൽ ഇവിടെ ബാലറ്റ് ലേബൽ ഉണ്ടാവും. നമ്മൾ പറയുന്ന ബാലറ്റ് പേപ്പർ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ബാലറ്റ് ലേബൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും കാൻഡിഡേറ്റ്സിന്റെ ഇത് അൺമാസ്ക് ചെയ്യും. കാൻഡിഡേറ്റ്സ് ബട്ടൺ അൺമാസ്ക് ചെയ്ത് വെച്ചിരിക്കും, ബാക്കിയെല്ലാം മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനോടൊപ്പം 5 മീറ്റർ നീളമുണ്ടെന്നാണ് പറയുന്നത് ഈ കേബിളിന്. ഈ കേബിളിന് ഒരു എൻഡിലൊരു കണക്ടർ ഉണ്ട്. കണ്ട എടുത്തു കഴിഞ്ഞിരിക്കുന്ന കണക്ടറിൽ നോക്കിയാൽ ടോപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ടോപ്പ് നോക്കിയായിരിക്കണം നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെയോ ഈ കളർ എന്തോ റെഡ്, ബ്ലാക്ക് കളർ. അപ്പൊ ഇതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിലും ഒരു റെഡ് കളർ ഒരു വശത്തുണ്ട്, ഒരു വശത്ത് ബ്ലാക്ക് കളർ ഉണ്ട്. എന്തിനാ അങ്ങനെ കളർ മാറാതെ ഇത് കണക്ട് ചെയ്യാൻ? ഇനി ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ 6 പിന്നും താഴെ 5 പിന്നും. ഓക്കെ, ഇതെന്താണ് തിരിച്ചു കുത്തിയാൽ താഴെയുള്ള 5 ഹോളിലേക്ക് 6 പിൻ വരും. അപ്പൊ ഒരെണ്ണം വളയും. തലേ ദിവസം തന്നെ ദേഷ്യം തീർക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തീർക്കാം. ഇത് തിരിച്ചു കുത്തിയാൽ മതി. അതോടുകൂടി എന്തായി? ഈ ഡിവൈസ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാരും ചെയ്യാമെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ട്, അങ്ങനെ ഇലക്ഷൻ മാറ്റി വെക്കേണ്ടി വരും. കാരണം എന്താണ്?
ആകെപ്പാട് 10% റിസർവ് ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാ സ്റ്റേറ്റ് ജില്ലകളിലൂടെ പോയിരിക്കുക. ഈ 10% റിസർവ് 10 നമുക്ക് തിരിച്ചു കുത്തി കേടാക്കാം. ബാക്കിയുള്ളടത്ത് കേടായാൽ എന്ത് ചെയ്യും? ഡിവൈസ് കൊടുക്കാൻ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? രണ്ടാം ഫോൺ നടത്തേണ്ടി വരും. അതുകൊണ്ട് റെഡിനോടും ബ്ലാക്കിനോടും ചേരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കാണുന്നത് ഒരു ലാച്ച, ഇപ്പുറത്തും ലാച്ച. അതുമായിട്ട് കണക്ട് ചെയ്താൽ ഇത് ലാച്ച്. അപ്പൊ ഈ ലാച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് അങ്ങോട്ട് ഈ കളർ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഈ ലാച്ചയെ, ഇവിടെ ലാച്ചിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ വലിക്കാവുള്ളൂ. ഇല്ല, അത് ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, ഇത് പ്രസ് ചെയ്യാതെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ കണക്ക് അവിടെ ഇരിക്കും, വയറ് കയ്യിലിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ വയറിൽ പിടിച്ചാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 10% ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇലക്ഷൻ മാറ്റി. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ, ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രസ് ആൻഡ് വലിക്കുക. അങ്ങനെയാണെങ്കിൽ കണക്ഷൻ ഓക്കെ ആകും. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ കാര്യം, സൂപ്പർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് റെഡിനോടും ബ്ലാക്കുമായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ശബ്ദം കേട്ടില്ല. അതായത് കറക്റ്റ് ലോക്കിംഗ് ആണ്. ഈ ക്ലിക്ക് ശബ്ദത്തോടു കൂടി അല്ലെങ്കിൽ നല്ലപോലെ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ലിങ്കർ ഉണ്ടാകും. നല്ലപോലെ കണക്ട് ചെയ്തില്ല എങ്കിൽ ലിങ്കർ. അപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഇങ്ങനെ വലിക്കരുത്. ലാച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിക്കുക. അപ്പൊ നമ്മൾ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ചെയ്യട്ടെ. ബാക്ക് സൈഡിലെ ഈ ബട്ടൺ പവർ ഓൺ ആയി. എന്നിട്ട് നമ്മൾ ഈ ഡോറൊക്കെ നല്ലപോലെ അടച്ചു വെച്ചിരിക്കണം. അതിന് മുൻപ് തന്നെ SEC കേരള, SEC എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒരെണ്ണം ഉണ്ടെന്നും സെൻട്രൽ ഇലക്ഷൻ ഒരെണ്ണം ഉണ്ടെന്നും സാർ പറഞ്ഞില്ലായിരുന്നു. രണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനൊരു പ്രത്യേക പട്ടികയുണ്ട്. ഒരു ബോധവൽക്കരണം കൂടി ആവുകയാണ്. നമ്മുടെ പേര് പഞ്ചായത്ത് പട്ടിക ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാം. നമ്മുടെ പേര് കേന്ദ്ര ഇലക്ഷന്റെ വോട്ടർ പട്ടിക ഉണ്ടെങ്കിൽ നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും ചെയ്യാം. അപ്പൊ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ രണ്ടും കൂടി ചേർന്ന് ആകെ ഇങ്ങനെ കറങ്ങി നിൽക്കുക. ഇത് ഏതാണ് എന്നൊന്നും സാധാരണക്കാർക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ നമുക്കറിയാം. നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കും. സെറ്റ് ചെയ്തില്ല. അപ്പൊ ഇതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഒക്കെ അവസാനിച്ചതിന് ശേഷമേ നമ്മൾ ഇതിനോട് ഒരു കാര്യം കൊടുക്കാവുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ധൃതി കാണിച്ചിട്ട് കാര്യമില്ല.